ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ് എപ്പോഴും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എത്തും. ആ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്നത് രാഘവ്. ടിക്കറ്റ് കീറുമ്പോഴും അവൻ മുഖങ്ങൾ വായിക്കുമായിരുന്നു. ആർക്കാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആശ്വാസം, ആർക്കാണ് ഒറ്റപ്പെടൽ, അവനറിയാം. ഒരു ദിവസം ആ ബസ്സിൽ മീനാക്ഷി കയറി. കൈയിൽ ഒരു തുണി ബാഗ്, മുഖത്ത് നിശബ്ദമായ വേദന. അവസാന സ്റ്റോപ്പ്, അവൾ പറഞ്ഞു. രാഘവ് അവളെ ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ എന്തോ പറയാൻ വേണമെന്നുപോലെ. അന്നുമുതൽ മീനാക്ഷി ദിവസേന അതേ ബസ്സിൽ കയറും. അതേ സ്റ്റോപ്പ്, അതേ സമയം. വാക്കുകൾ കുറഞ്ഞു, നോട്ടങ്ങൾ കൂടി. ഒരു ദിവസം ബസ് മഴയിൽ നിന്നു. യാത്രക്കാർ ഇറങ്ങി. അവസാനം അവർ രണ്ടുപേർ. എന്താ എല്ലാ ദിവസവും അവസാന സ്റ്റോപ്പ്? രാഘവ് ചോദിച്ചു. മീനാക്ഷി പതുക്കെ പറഞ്ഞു. വീട്ടിലാരും കാത്തിരിക്കുന്നില്ല. രാഘവിന്റെ ഹൃദയം കുലുങ്ങി. അവൻ പറഞ്ഞില്ല, ഇനി ഞാൻ കാത്തിരിക്കും. പക്ഷേ അവന്റെ നോട്ടം അത് പറഞ്ഞു. കാലം കടന്നു. അവരുടെ സംഭാഷണങ്ങൾ കൂടി. ചിരികൾ വന്നു. മീനാക്ഷി പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് പോകണം, ദൂരെ. രാഘവ് ചിരിച്ചു. ബസ് വിടാം, പക്ഷെ അവസാന സ്റ്റോപ്പ് മാറില്ല. പോകുന്ന ദിവസം മീനാക്ഷി ബസ്സിൽ കയറിയില്ല. രാഘവ് അവസാന സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിന്നു. വർഷങ്ങൾ കടന്നു. രാഘവ് ഡ്രൈവറായി മാറി. പക്ഷേ ആ ബസ് അതെ. ഒരു സന്ധ്യയിൽ അവസാന സ്റ്റോപ്പിൽ ഒരു സ്ത്രീ നിന്നു. അതേ കണ്ണുകൾ. മീനാക്ഷി. ഇതുവരെ കാത്തിരുന്നോ? അവൾ ചോദിച്ചു. രാഘവ് ചിരിച്ചു. ബസ്സിവിടെ നിർത്തിയാൽ ഞാനും ഇവിടെ തന്നെയാകും. ബസ് ഓഫ് ചെയ്തു. ഈ യാത്ര ഇനി ഒരുമിച്ച്. പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ചെറിയ ചായക്കട. പൊടിച്ചായയുടെ മണം വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ മധു ജീവിച്ചു. ചായ ഒഴിക്കുക അവന്റെ ജോലി, മനസ്സുകൾ വായിക്കുക അവന്റെ ശീലം. ഓരോ വൈകുന്നേരവും വ്യത്യസ്ത മുഖങ്ങൾ, വ്യത്യസ്ത കഥകൾ. പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം മഴ പെയ്യുന്ന ഒരു സന്ധ്യയിൽ കാവേരി ചായക്കടയിൽ കയറി. നനഞ്ഞ മുടി, കണ്ണുകളിൽ ഒരു തളർച്ച. ഒരു ചായ, അവൾ പറഞ്ഞു. മധവ് ചായ ഒഴിച്ചു. ചായയിൽ ചൂട് ചായ വേണമല്ലോ. അവൾ ചിരിച്ചു. അതവരുടെ ആദ്യ സംഭാഷണം. അന്നുമുതൽ കാവേരി എല്ലാ ദിവസവും വന്നു. ചായ കുടിക്കാനല്ല, മധവിനോട് സംസാരിക്കാൻ. അവർ ചായക്കടയുടെ വരാന്തയിലിരുന്നു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. കാവേരി പറഞ്ഞു, എന്റെ ജീവിതം എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. മധു പറഞ്ഞു, ചില ചായകൾ ആദ്യ കുപ്പിൽ മധുരമാകില്ല. പ്രണയം അറിയാതെ വളർന്നു, ചായയുടെ ചൂടുപോലെ പതുക്കെ. ഒരു ദിവസം കാവേരി പറഞ്ഞു, എനിക്ക് പോകണം ഈ നഗരത്തിൽ നിന്ന്. മധവിന്റെ കൈ കുലുങ്ങി. ചായ കുപ്പിൽ കവിഞ്ഞു. പോകുന്ന ദിവസം കാവേരി ചോദിച്ചു, നീ എന്നെ കാത്തിരിക്കുമോ? മധവ് ചായക്കടയിലേക്ക് നോക്കി പറഞ്ഞു, ഈ കട ഇവിടെയുണ്ടെങ്കിൽ ഞാനും ഇവിടെയുണ്ടാകും. വർഷങ്ങൾ കടന്നു. ചായക്കട പുതുക്കപ്പെട്ടു. പക്ഷേ മധവ് അതെ. ഒരു വൈകുന്നേരം ഒരു പരിചിത ശബ്ദം. ഒരു ചായ, പഴയതുപോലെ. കാവേരി. മധവ് ചായ ഒഴിച്ചു. ഇനി എവിടെയും പോകില്ലേ? അവൻ ചോദിച്ചു. കാവേരി ചിരിച്ചു. ഇപ്പോൾ വീട്ടിലെത്തി. ചായ വീണ്ടും പ്രണയമായി. മലനിരകളിലൂടെ വളഞ്ഞു വളഞ്ഞു പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ. അത് അനൂപിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഓരോ ആഴ്ചയും അവൻ അതേ സീറ്റിൽ കയറിയിരിക്കും. ജനലിലൂടെ പിന്നോട്ടു പോകുന്ന ലോകം നോക്കി. അനൂപ് ഒരു സ്കൂൾ അധ്യാപകൻ, വാക്കുകൾ പഠിപ്പിക്കുന്നവൻ. പക്ഷേ സ്വന്തം മനസ്സിലെ വാക്കുകൾ പറയാൻ അവനൊരിക്കലും പഠിച്ചിട്ടില്ല. ഒരു ദിവസം അതേ സീറ്റിനു മുന്നിൽ സീത വന്നിരുന്നു. കണ്ണുകളിൽ അല്പം ദൂരം, മുഖത്ത് അപരിചിതമായ ശാന്തി. ട്രെയിൻ നീങ്ങി. നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത്? അനൂപ് ചോദിച്ചു. എവിടെയോ? ഇനിയും തീരുമാനിച്ചിട്ടില്ല. സീത ചിരിച്ചു. അത് അവരുടെ ആദ്യ സംഭാഷണം. ഓരോ യാത്രയും
സംഭാഷണങ്ങളായി. മലകൾ, പാലങ്ങൾ, മഴ, ജീവിതം. സീത പറഞ്ഞു, എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്, താമസങ്ങളല്ല. അനൂപ് പറഞ്ഞു, എനിക്ക് താമസങ്ങൾ ഇഷ്ടമാണ്, പോകലുകളല്ല. ട്രെയിൻ അവരെ പതുക്കെ കൂട്ടിച്ചേർത്തു. പ്രണയം ജനലിലൂടെ അകത്തേക്ക് വന്നു. ഒരു ദിവസം സീത പറഞ്ഞു, ഇത് എന്റെ അവസാന യാത്രയാണ്. അനൂപിന്റെ ഹൃദയം നിശബ്ദമായി. എവിടേക്ക്? അവൻ ചോദിച്ചു. എനിക്കിനിയും അറിയില്ല, പക്ഷേ ഈ ട്രെയിനിലില്ല, സീത പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. അവസാന സ്റ്റേഷൻ. സീത ഇറങ്ങി. ട്രെയിൻ നീങ്ങി. അനൂപ് ജനലിലൂടെ നോക്കി. വർഷങ്ങൾ കഴിഞ്ഞു. അനൂപ് അതേ ട്രെയിനിൽ, അതേ സീറ്റ്. ഒരു ദിവസം ഒരു ശബ്ദം. ഇനിയും ജനൽ സീറ്റ് ഒഴിഞ്ഞാണോ? സീത. അനൂപ് ചിരിച്ചു. ചില യാത്രകൾ വൈകിയാണ് മടങ്ങിവരുന്നത്. ട്രെയിൻ വീണ്ടും നീങ്ങി. ഇപ്പോൾ അവർ ഒരുമിച്ചാണ് നോക്കുന്നത്.